ഗസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ സാധിച്ചാൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുള്ള പദ്ധതിയിൽ നിന്ന് ഇറാൻ പിന്മാറിയേക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ മാസങ്ങൾ നീണ്ട അശാന്തിക്ക് അതിരുവരുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നത്. നാളെ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെയാണ് ബൈഡൻ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചേക്കുമെന്ന് ശുഭാപ്തി വിശ്വാസം പങ്കുവച്ചത്. ചർച്ചയിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്തില്ലെന്ന് സൂചിപ്പിച്ചെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരായ നീക്കം നീളുമെന്നും ഒരു ഇറാൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബൈഡന്റെ പ്രതികരണം. വെടിനിർത്തൽ കരാർ നടപ്പിലായാൽ ഇറാൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറുമെന്ന് എൻ്റെ പ്രതീക്ഷ. എന്നാൽ ഇരു കൂട്ടർക്കുമിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നത് ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറുകയാണെന്നും ബൈഡൻ പറഞ്ഞു. വെടിനിർത്തൽ കരാറിനുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകൾ നാളെ ഈജിപ്തിലോ ഖത്തറിലോ പുനരാരംഭിക്കാനാണ് തീരുമാനം. സംഘർഷം തടയുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നതാണ് US വിശ്വസിക്കുന്നതെന്ന് വൈറ്റ് ഹൗസ് വക്താവ് കരീൻ ജിൻ പിയറി പറഞ്ഞു. ഇതേസമയം ചർച്ചകളിൽ ഹമാസ് പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ദേവാന്ത് പട്ടേൽ വ്യക്തമാക്കി. ഹമാസിനെ പ്രതിനിധീകരിച്ച് തങ്ങൾ തീരുമാനമെടുക്കാമെന്ന് ദോഹ ഉറപ്പു നൽകിയതായും ദേവാന്ത് പട്ടേൽ കൂട്ടിച്ചേർത്തു. വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുത്തേക്കില്ലെന്ന് ഹമാസ് നേതൃത്വം സൂചന നൽകി. ഇസ്രായേൽ സഹകരണമില്ലാത്ത ചർച്ച പാഴാണെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ രൂപരേഖ നടപ്പിലാക്കാനുള്ള പദ്ധതി ആദ്യം മുന്നോട്ട് വയ്ക്കുകയാണ് വേണ്ടതെന്നും മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിനോടും ഈജിപ്തിനോടും ഹമാസ് പറഞ്ഞു. ഇതിനിടെ വടക്കൻ ഇസ്രായേലിലെ വിവിധ പട്ടണങ്ങളെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള തുടർച്ചയായി റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടുമുണ്ട്. ഒപ്പം ലെബനിലെ ഹിസ്ബുള്ള ജോർദാൻ വഴി വെസ്റ്റ് ബാങ്കിലേക്ക് ആയുധങ്ങൾ കടത്തുകയാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. അതേസമയം മാസങ്ങൾക്ക് മുമ്പ് തങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചാൽ മാത്രമേ യോഗത്തിൽ പങ്കെടുക്കുകയുള്ളെന്നാണ് ഹമാസിന്റെ നിലപാട്. എന്നാൽ ഇതിന്റെ പല ആവശ്യങ്ങളും ഭേദഗതി വരുത്തിക്കൊണ്ട് തങ്ങൾ മുന്നോട്ട് വെച്ച കരാർ അംഗീകരിക്കണമെന്ന നിലപാടാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. ഇത് ഹമാസ് നിരസിച്ചിട്ടുമുണ്ട്. ചർച്ചകൾക്കായി തങ്ങളുടെ സംഘത്തെ അയക്കുമെന്നാണ് ഇസ്രായേൽ സർക്കാർ അറിയിക്കുന്നത്. എന്നാൽ ചർച്ചകൾക്ക് പകരം അംഗീകരിച്ച നിർദ്ദേശങ്ങൾ നിലപാടാക്കണമെന്നാണ് ഹമാസ് നിലപാട്.